തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ ഉൾപ്പെട്ട ഒരു കേസുണ്ടല്ലോ. നമ്മുടെ യദു ഓടിച്ച സൂപ്പർ ഫാസ്റ്റ് ബസ് തടഞ്ഞു നിർത്തി വട്ടമിട്ട് വെച്ച കേസ് എല്ലാവർക്കും അറിയാം, അതൊന്നും പറയേണ്ട കാര്യമില്ല. പക്ഷേ അതിലൊരു പുതിയ നാടകീയമായ ഒരു സംഭവം ഇത് നടന്നു. ആ ബസ്സിലെ കണ്ടക്ടറായിരുന്ന സുബിനെ ഇന്ന് രാവിലെ പോലീസെത്തി ബസ് സ്റ്റേഷനിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി. വിളിച്ചു വരുത്തതല്ല, കൂട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞ് ഒരു തരത്തിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നവരെ കൊണ്ടുപോയി ഏതാണ്ട് വൈകുന്നേരത്തിനടുത്ത് വരെ ഉച്ച കഴിയുന്നത് വരെ ചോദ്യം ചെയ്തിട്ട് പോലീസ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു താൻ കുറ്റക്കാരനല്ല എന്ന് സുബിൻ പറഞ്ഞിരിക്കുന്നു. എന്ത് കുറ്റമാണ്? ബസ്സിലെ മെമ്മറി കാർഡ് കാണാതെ പോയി. അപ്പോൾ മെമ്മറി കാർഡ് കാണാതെ പോയത് ആ സംഭവം ഈ കേസിനെ ദുർബലപ്പെടുത്തുന്നൊരു സംഭവമാണ്. ആരാണ് കുറ്റവാളി, ആരുടെ ഭാഗത്തുനിന്ന് എന്തൊക്കെ വീഴ്ചയുണ്ടായി, യദു അശ്ലീലാംഗ്യം കാണിച്ചിട്ടുണ്ടോ, ബാലുശ്ശേരി MLA യും ആര്യയുടെ ഭർത്താവുമായ സച്ചിൻ ഈ ബസ്സിനുള്ളിൽ കയറി യാത്രക്കാരെ ഇറക്കി വിട്ടിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണല്ലോ മെമ്മറി കാർഡ്. അത് നഷ്ടപ്പെട്ടു. അതിൽ പ്രതിയായിട്ട് പോലീസ് സംശയിക്കുന്നത് സുബിൻ എന്ന കണ്ടക്ടറെയാണ് എന്നാണ് ഇത് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അയാൾ എന്തായാലും സ്വാഭാവികമായും അയാൾ കുറ്റം നിഷേധിച്ചു. പക്ഷേ പോലീസ് ഈ ബസ്സിൻ്റെ സറൗണ്ടിങ്സിലുള്ള KSRTC ബസ് സ്റ്റേഷനിലും പരിസരങ്ങളിലുള്ള മൊബൈൽ ക്യാമറകളൊക്കെ പരിശോധിച്ചിട്ട് അവർക്ക് തോന്നിയ എന്തെങ്കിലും സംശയമോ ക്ലൂവോ ഇല്ലാതെ സുബിനെ വിളിച്ചു വരുത്തില്ല. അപ്പോൾ ഏതൊരു കുറ്റവാളിയും പോലീസ് സ്റ്റേഷൻ ചെല്ലുമ്പോൾ ഞാൻ നിഷേധിച്ചു എന്ന് പറയും. പക്ഷേ ഇതിനകത്ത് വളരെ വൈറ്റലായിട്ടുള്ളൊരു കാര്യം കൂടിയുണ്ട്. അതായത് ഈ സുബിൻ ഈ സംഭവം ഉണ്ടായ ഉടനെ ഫോൺ ചെയ്ത് വിളിച്ചത് AR റഹീമിനെയാണ്. DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡൻറ്റോ ജനറൽ സെക്രട്ടറിയോ എന്തോ ആണല്ലോ അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തെയാണ് വിളിച്ചത്. അദ്ദേഹം വന്നിട്ടൊരു പത്രസമ്മേളനം നടത്തുകയും ചെയ്തു. അപ്പോൾ ഈ സംഭവം ഉണ്ടാകുമ്പോൾ സുബിൻ എന്ന കണ്ടക്ടർ അദ്ദേഹത്തിൻ്റെ പരിചയക്കാരനോ നാട്ടുകാരനോ സുഹൃത്തോ ഒക്കെയായ AR റഹീമിനെ, DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡൻറ്റോ ജനറൽ സെക്രട്ടറിയോ പ്രസിഡൻറ്റ് റഹീമിനെ ഫോണിൽ വിളിച്ചു. റഹീം കഴിഞ്ഞ ദിവസം വന്ന ഒരു പത്രസമ്മേളനമൊക്കെ നടത്തുകയും ചെയ്തത്. അപ്പോൾ റഹീമിനെ വിളിച്ചിട്ടുണ്ട് സുബിൻ. അപ്പോൾ ഇതെല്ലാം കൂടെ കണക്ട് ചെയ്തിട്ടായിരിക്കുമോ ഒരുപക്ഷെ ഇതിൽ ഈ നിർണായക തെളിവാകാവുന്ന ഒരുപക്ഷെ MLAക്ക് പോലും കുരുക്കാകാവുന്ന മെമ്മറി കാർഡ് മാറ്റിയത് സുബിനാണ് എന്ന് പോലീസ് സംശയിക്കുന്നത്. മാത്രമല്ല സുബിൻ നിരപരാധിയാണെന്ന് പോലീസ് ഇതുവരെയും പറഞ്ഞിട്ടില്ല. കുറ്റം നിഷേധിച്ചു എന്നാണ്. അപ്പോൾ കുറ്റകൃത്യത്തിൽ അയാൾ സംശയിക്കപ്പെടുന്ന ഒരു പ്രതിയാണ്. അത് വ്യക്തമാണല്ലോ. ചോദ്യം ചെയ്ത് വിട്ടു. ഇനി എന്തെങ്കിലും അയാളുടെ റോള് ഒന്നിൽ ഈ മെമ്മറി കാർഡ് അയാളിൽ നിന്നോ അയാളുമായി ബന്ധപ്പെട്ടവരിൽ നിന്നോ കണ്ടെടുക്കണം. അല്ല, ഞാനൊരു കാര്യം കൂടി ചോദിക്കട്ടെ സാർ. സുബിൻ ഈ സംഭവം നടക്കുമ്പോൾ സുബിൻ ഒരിക്കലും യദുവിനെ സഹായിക്കാനായി വന്നതായി കാണുന്നില്ല. കാരണം അവിടെ മേയറും MLA ആണ്. അതുകൊണ്ട് തടി കഴിച്ചിലാക്കാൻ വേണ്ടി സുബിൻ മാറി നിന്നിട്ട് അദ്ദേഹം മൊബൈലെടുത്ത് CPMൻ്റെ MB അല്ല DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റിനാണ് വിളിച്ചിട്ട് പറയുന്നു ഇങ്ങനെ സംഭവം ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ ബ്രീഫ് ചെയ്യാൻ സാധ്യതയുണ്ട്. MLA ബസ്സിനകത്ത് കയറി ആളുകളെ ഇറക്കി വിട്ടിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞിരിക്കാം, അവിടെ നടന്ന ഇഷ്യൂസ് പറഞ്ഞിരിക്കാം, ഇതെല്ലാം ക്യാമറ ഉണ്ടെന്നും പറഞ്ഞിരിക്കാം. അപ്പോൾ ഒരു പക്ഷേ ഏതെങ്കിലും ഉന്നതങ്ങളിൽ നിന്ന് ഒരു എക്സ്പെർട്ട് ഒപ്പീനിയൻ എന്ന നിലയിൽ ഈ മെമ്മറി കാർഡ് അങ്ങ് മാറ്റിക്കോ എന്ന് സുബിനോട് പറഞ്ഞിട്ടുണ്ടാവാം. തീർച്ചയായിട്ടും. അല്ലെങ്കിൽ സുബിനല്ലെങ്കിൽ X or Y ഈ മെമ്മറി കാർഡ് മാറ്റേണ്ട ആവശ്യം ആർക്കായിരുന്നു? ഈ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്ന ഇതിലെ ഉൾപ്പെട്ട മേയർക്കും MLAയ്ക്കുമാണല്ലോ. അവരുടെ റോളല്ലേ മറച്ചു പിടിക്കേണ്ടത്. അപ്പോൾ അവരുമായിട്ട് അടുപ്പമുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയോ സ്ഥാപനമോ സംഘടനയിലുള്ളവരോ ഇത് മാറ്റിയിട്ടുണ്ട്. മാത്രമല്ല സാർ, ഒന്നുകൂടെ ഉണ്ട്. യദു ഈ പറയുന്ന പോലെ അശ്ലീല അംഗം കാട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തെളിവും ഈ മെമ്മറി കാർഡാണ്. ആണ് അവർക്ക് ആ ആരോപണം തെളിയിക്കുവാനും ഇത് വേണം. അപ്പോൾ സ്വാഭാവികമായും മെമ്മറി കാർഡ് അടിച്ചു മാറ്റേണ്ടത് യദുവാണ്. യദുവല്ല. യദുവിനെ പോലീസിന് സംശയമില്ല. അയാളത് നിഷേധിച്ചല്ലോ. അയാൾ അങ്ങനെ ചെയ്തിട്ടില്ല. അയാൾ അതിൽ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. പോലീസ് അന്വേഷിക്കുന്നത് ഈ മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട് പോലീസ് യദുവിനെ ചോദ്യം ചെയ്യുന്നില്ല. അതേസമയം കണ്ടക്ടറെ ചോദ്യം ചെയ്തു. അല്ല, യദുവിന് അത് മാറ്റാൻ പറ്റില്ല. കാരണം അയാൾ ഡ്രൈവർ ക്യാബിനിലിരിക്കുകയാണ്. കാർഡ് പിന്നെ കണ്ടക്ടർക്ക് അതിലെന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ഡ്രൈവർക്കും മാറ്റാം. അല്ല, അയാൾ പിന്നെ വണ്ടി ഓടിച്ചു കൊണ്ടുപോകുന്നുണ്ടല്ലോ. അയാളാണോ? പിന്നെ അല്ല, അയാളെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി വേറൊരു ഡ്രൈവർ വന്ന് കൊണ്ടുപോകുന്നു. ശരിയാണ്. അപ്പോൾ വേറെ വന്ന ഡ്രൈവർക്കോ ഇല്ലെങ്കിൽ നിലവിലുള്ള ഈ കണ്ടക്ടർക്കോ ഈ വേറെ ഡ്രൈവർ വന്നപ്പോൾ ആ കണ്ടക്ടറും അതിൽ തന്നെ ഉണ്ട്. അതെ. അപ്പോൾ കണ്ടക്ടറുടെ റോള് വഹിക്കാതിരുന്നു എന്നുള്ളത് തുടക്കം മുതൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. സാധാരണ ഒരു സഹജീവി എന്ന നിലയിൽ, സഹപ്രവർത്തകൻ എന്ന നിലയിൽ ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ വർത്തമാനം പറയാനും
അതിൽ ഇടപെടാനും ഒക്കെ കണ്ടക്ടർ പോകേണ്ടതാണ്. കണ്ടക്ടറാണ് ആ ബസ്സിൻ്റെ സോൾ കൺട്രോളർ. അയാൾ ഈ ഡ്രൈവർക്ക് ഡ്രൈവ് ചെയ്യുന്ന ജോലി മാത്രമേ ഉള്ളൂ. യാത്രക്കാരെ ആയിട്ടുള്ള ഇടപാടുകളും എല്ലാം ചെയ്യുന്നത് വണ്ടി പോകണോ വേണ്ടയോ തീരുമാനിക്കുന്നത് കണ്ടക്ടറാണ്. അതുകൊണ്ടാണല്ലോ കണ്ടക്ടർ എന്നുള്ള പേര് തന്നെ വന്നത്. അപ്പോൾ അയാളുടെ റോള് നിർവഹിച്ചോ എന്നുള്ളത് ആദ്യം മുതലേ ഒരു സംശയാസ്പദം. വീഡിയോയിലെങ്കിലും കണ്ടക്ടറെ കാണുന്നില്ല. അദ്ദേഹം ഇവരോട് MLA പേര് പോലും നമ്മളിപ്പോഴും അറിയുന്നു, സുബിൻ എന്നറിയുന്നത്. അപ്പോൾ കണ്ടക്ടർ എന്ത് ചെയ്യുകയായിരുന്നു? അയാൾ ഇതിനകത്ത് ഉടനെ റഹീമിനെ അല്ലല്ലോ, അതോറിറ്റി റഹീമല്ലല്ലോ. അതെ അതെ, റഹീം ഒരു രാജ്യസഭാ MP ആണ്. ഈ തിരുവനന്തപുരം പാളയത്ത് രാത്രിയിൽ ഒരു സംഭവം നടന്നാൽ DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡൻ്റാണോ ആദ്യം വിളിച്ച് വിവരം പറയണ്ടേ? ഇയാളുടെ സ്റ്റേഷൻ മാസ്റ്ററെ വിളിച്ചോ ഈ കണ്ടക്ടറെ? അയാൾക്ക് 1 മണിക്കൂർ കഴിഞ്ഞാണ് ഈ സംഭവത്തിൻ്റെ 1 മണിക്കൂറിനുള്ളിൽ ഞാൻ ഇടപെട്ടു എന്ന് റഹീം അവകാശപ്പെട്ടിരുന്നു. അപ്പോൾ ഈ 1 മണിക്കൂറിന് മുമ്പ് ഈ വിവരങ്ങളെല്ലാം അയാൾക്ക് കൊടുത്തത് കണ്ടക്ടറാണ്. കണ്ടക്ടർ അപ്പോൾ സ്റ്റേഷൻ മാസ്റ്റർ വിളിച്ച് പറയുന്നതിനേക്കാൾ മുമ്പേ DYFI. നമുക്കൊരു സ്പെക്കുലേഷൻ നടത്തിയാൽ ഇപ്പോൾ A റഹീമിനെ വിളിച്ചിട്ട് സുബിൻ പറയുന്നു. അപ്പോൾ A റഹീം സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായ സച്ചിനെയോ ആര്യ രാജേന്ദ്രനെ വിളിക്കണമല്ലോ. വിളിച്ചിട്ട് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടാവും. അപ്പോൾ സംഭവം അവരോട് എന്തായാലും ഒരേ പാർട്ടിക്കാരും ഒരേ തൂവൽ പക്ഷികളായതുകൊണ്ട് A റഹീമിനോട് നടന്ന സംഭവം പറഞ്ഞിട്ടുണ്ടാവും. അതെ അതെ. അപ്പോൾ ഒരു പക്ഷേ ഇതൊക്കെ ഹൈപ്പോത്തറ്റിക്കലാണ്, സാങ്കല്പികമാണ്. അപ്പോൾ ആ വണ്ടിക്കകത്ത് ക്യാമറ ഉണ്ടോടെ എന്ന് ചോദിക്കാം. ഉണ്ടെങ്കിൽ നിങ്ങൾ മാറ്റിയത് അങ്ങനെയും പറയാം. ഇങ്ങനെയൊക്കെ ഒരുപാട് സാധ്യതകളുണ്ട്. ഒരുപക്ഷേ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഈ കാർഡ് നിർണായക തെളിവായതുകൊണ്ട് അത് മാറ്റാൻ നിർദ്ദേശം കൊടുത്ത ഒരു കണ്ടക്ടറുടെ ബുദ്ധിയിൽ തോന്നണമെന്നില്ല. അദ്ദേഹം സംസാരിച്ച ഉദ്യോഗസ്ഥരോ മറ്റ് രാഷ്ട്രീയക്കാരോ ആരെങ്കിലും ബന്ധപ്പെട്ടിട്ട് ഈ കാർഡ് മാറ്റണം എന്നുള്ളൊരു നിർദ്ദേശം രാഷ്ട്രീയമായി പോയിട്ടുണ്ടാവാം. അപ്പോൾ സുബിൻ ഈ കേസിൽ പ്രതിയായി വന്നാൽ സുബിന് ഈ നിർദ്ദേശം കൊടുത്ത ആളുകളും ചിലപ്പോൾ പ്രതിയാകാം. സത്യം പറഞ്ഞാൽ അതെ, സുബിനായാലും സത്യം പറയാൻ പോകുന്നില്ല. അപ്പോൾ എനിക്ക് ഈ കേസ് അങ്ങനെയാണെങ്കിൽ ഈ കേസിൻ്റെ പരിസമാപ്തി എങ്ങനെയായിരിക്കും? ഇത് ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് പോലെ തീരും. യദുവിനെ ഒന്നീ KSRTC പിരിച്ചുവിടും. അല്ല, അയാൾക്ക് 750 രൂപയ്ക്ക് താഴെ ശമ്പളമുള്ള ആളാണ്. അയാൾ വേറെ ജോലി തേടി പോകും. ഇപ്പോൾ നമ്മുടെ കോയമ്പത്തൂരേക്ക് ഓടുന്ന റോബിൻ ബസിൻ്റെ ഗിരീഷ് അതിൽ അയാൾക്ക് 3000 രൂപ വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അയാളുടെ തൊഴിൽ അയാൾ നോക്കിക്കൊള്ളും. പക്ഷേ ഈ കേസ് തുടർന്നു പോകാൻ അയാൾക്ക് പ്രയാസം ഉണ്ടാകും. ഇപ്പോഴത്തെ ആവേശമൊക്കെ മാറും. അതെ അതെ. അപ്പം കാരണം അയാൾക്ക് ഈ സമൂഹത്തിൽ ജീവിക്കണ്ടേ? ഒരു സംഘടിത പ്രസ്ഥാനത്തോടും ഗവൺമെൻറ്റിൻ്റെ മെഷീനറിയോടും ഫൈറ്റ് ചെയ്ത ഒരു വ്യക്തിക്ക് എത്ര കാലം നിൽക്കാൻ പറ്റും? അപ്പോൾ ഇത്ര കാലം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഈ പബ്ലിക് സപ്പോർട്ട് അയാൾക്ക് തുടർന്ന് കിട്ടണമെന്നില്ല. പബ്ലിക് പോലും അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് ഒരു വ്യക്തിയെ ഉപദ്രവിക്കാം സ്ഥാപനങ്ങൾക്ക്. അപ്പോൾ എസ്റ്റാബ്ലിഷ്മെൻറ്റിനോട് ഫൈറ്റ് ചെയ്ത് ഒരു വ്യക്തിക്ക് മുന്നോട്ട് പോകാൻ പ്രയാസമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ കേസ് ദുർബലപ്പെട്ടു പോകാനാണ്. അല്ല, ഈ കേസ് വന്നതുകൊണ്ട് വേറൊരു രാഷ്ട്രീയ ഗുണമുണ്ടായിരുന്നു. നമ്മുടെ EP ജയരാജനുമായി ബന്ധപ്പെട്ട വിവാദം അതിനുള്ളിൽ അടിപ്പോയി. അതെ, EP ജയരാജൻ BJPയിൽ ചേരാൻ പോകുന്നു എന്നുള്ള അതീവ ഗുരുതരമായ മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരായ ഒരു വിവാദം മുങ്ങിപ്പോയി. അത് മുക്കാൻ ഇത് ഫലപ്രദമായി ഇതിൻ്റെ പിന്നിലെ തൽപരകക്ഷികൾ ഉപയോഗിച്ചിട്ടുണ്ടാവും. അത് തീർച്ചയായിട്ടും അതിനുവേണ്ടി ഉണ്ടാക്കിയതാവില്ല. അതിനിടയ്ക്ക് ഒരു സാധനം വന്ന് ചാടി അതിനെ ഓപ്പറേറ്റ് ചെയ്തു. കഥകളും ഉപകഥകളും ഒക്കെ ആയിട്ട് ഉണ്ടാക്കിയതല്ലെന്നും കൂടി പറയാൻ പറ്റില്ല. കാരണം നിസ്സാരമായ ഒരു ബസ് സൈഡ് കൊടുത്തില്ല എന്നൊക്കെ പേരും പറഞ്ഞ് ഒരു മേയറും MLAയും കൂടി ചാടി വീണ് ബസ് തടയുക, നടു റോഡിലൊരു വലിയ വാക്കുതർക്കം ഉണ്ടാക്കുക, എന്നിട്ടത് അങ്ങനെയൊക്കെ പ്ലോട്ട് ഉണ്ടാക്കും. സെക്സ് പിന്നെ അതിപ്പോൾ തോറ്റ് കഴിയുമ്പോഴത്തേക്ക് അവസാനത്തെ ആയുധമാണല്ലോ ലൈംഗിക ആരോപണം പറയുക. അപ്പോൾ നമ്മളപ്പോൾ തന്നെ പറഞ്ഞു, ഇവർ മേയറൊക്കെ പറയുന്നുണ്ട് അവിടെ വണ്ടി നിർത്തിക്കഴിഞ്ഞപ്പോഴാണ് ഇയാൾ ആംഗ്യം കാണിച്ചത് കൊണ്ടാണ് ഞങ്ങൾ പിന്നാലെ ചെന്നിട്ട് വണ്ടി സിബ്ര ലൈന് ക്രോസ് ചെയ്തത്. അപ്പോൾ അതുവരെ വണ്ടി പുറയിലായിരുന്നു. മുന്നിലിരിക്കുന്ന ഡ്രൈവർ ബസ്സിൻ്റെ പിന്നാലെ വരുന്ന കാറിൻ്റെ പിൻസീറ്റിലിരിക്കുന്ന സ്ത്രീകളെ എങ്ങനെ അശ്ലീല ചേഷ്ട കാണിക്കുമെന്നത് രാത്രിയിൽ എങ്ങനെ കാണും? മാത്രമല്ല, ഇനി അങ്ങനെ കാണിച്ചാൽ തന്നെ ബസ്സിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ മുന്നിൽ പോകുന്ന വാഹനത്തിലിരിക്കുന്നവർക്ക് ആ വണ്ടിക്കുള്ളിൽ കാണിക്കുന്നത് കാണാൻ പറ്റില്ല. ഒന്നാമത് ക്യാബിനിൽ ഇരുട്ടാണ്. പിന്നെ 2 ഉയരത്തിലാണ് KSRTC. അതെ. മറ്റേ താഴെയാണ്. താഴെ ഇരിക്കുന്നതിൽ സ്ത്രീയാണോ പുരുഷനാണോ എന്ന് പോലും കാണാൻ കഴിയില്ല. അപ്പോൾ മാത്രമല്ല ബോണറ്റും ഒന്നും ഇല്ലല്ലോ ബസ്സിന്. ഇല്ല. അപ്പോൾ അതിനകത്തൊരു അവിശ്വസനീയത അല്ലെങ്കിലും ഉണ്ട്.
പറയാൻ വേണ്ടി ഒരു ആരോപണം, ഒരു ഗുരുതരമായ ആരോപണം എടുത്തു പറയുന്നതാണെന്ന് കേൾക്കുന്നവർക്കെല്ലാം അറിയാം. ഏതായാലും നമ്മുടെ കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ വളരെ ശ്രദ്ധിക്കപ്പെട്ട രണ്ട് വ്യക്തിത്വങ്ങളാണ് ആര്യ രാജേന്ദ്രനും സച്ചിനും. അതെ അതെ. പക്ഷേ ഈ സച്ചിൻ പിന്നെ അങ്ങനെ വലിയ വിവാദങ്ങളിലൊന്നും പെട്ടിട്ടില്ല. ആര്യയുമായി ബന്ധപ്പെട്ട് നിരന്തരം ഇങ്ങനെ വിവാദങ്ങൾ വരുന്നുണ്ട്. ഒന്നുകിൽ പരിചയക്കുറവ്, അതല്ലെങ്കിൽ CPM ഒരു വിഭാഗീയത, അവിടെ ഒരു വിഭാഗീയത ഉണ്ടെന്ന് പറയുന്നു. അനാവൂർ നാഗപ്പൻ ജില്ലാ സെക്രട്ടറി ആയിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ നോമിനിയായിട്ട് വന്ന ആളാണ് ആര്യ രാജേന്ദ്രൻ. അതുകൊണ്ട് CPM കുറേ ആളുകൾ ഈ ചെറിയ പെൺകുട്ടി മേയറായി വന്നതിനെ ഡിഫൈം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന അലിഗേഷൻ വ്യാപകമായിട്ടുണ്ട്. അല്ല, പഴയ ഒരു പ്രമുഖ നേതാവ് N. ശ്രീധരൻ്റെ മകൾ അവിടെ കൗൺസിലിലേക്ക് ജയിച്ചിരുന്നു. ആ പിന്നെ കൗൺസിലറായിരുന്നു, മേയറായി വരുമെന്ന് അന്നൊക്കെ പറഞ്ഞിരുന്നത്. അവരെ ഓവർടേക്ക് ചെയ്തിട്ടാണ് പാർട്ടിയിലും പ്രായത്തിലും ഒക്കെ വളരെ ചെറിയ ആര്യ രാജേന്ദ്രൻ മേയർ സ്ഥാനത്തേക്ക് വരുന്നത്. അപ്പോൾ അത് പാർട്ടിയിലെ ഒരു അട്ടിമറിയായിരുന്നു. അതെ അതെ. നാഗപ്പൻ്റെ മാത്രം ചോയ്സായിരുന്നു. അപ്പോൾ അത് കൊല്ലത്തുകാരനായ N. ശ്രീധരൻ്റെ മകൾ തിരുവനന്തപുരത്ത് താമസക്കാരിയായ ഒരു കൗൺസിലറായി വന്നതാണ്. അവർക്ക് കിട്ടേണ്ട ഒരു സ്ഥാനമാണ് രാജേന്ദ്രന് പോയത്. അന്ന് പിന്നെ ശൈലജയുടെ പേര് അങ്ങനെയാണെന്ന് തോന്നുന്നു ആ കുട്ടിയുടെ പേര്. അത് നമ്മുടെ മീഡിയ അക്കാഡമിയുടെ ചെയർമാൻ RS ബാബുവിൻ്റെ ഭാര്യ സഹോദരിയാണ് ഈ പറയുന്ന കൗൺസിലർ. അവർ എത്തേണ്ടിയിരുന്ന ഒരു സ്ഥാനത്താണ് ആര്യ രാജേന്ദ്രൻ വന്നത്. അത് പാർട്ടിയുടെ തിരുവനന്തപുരം ജില്ലയിൽ പാർട്ടിക്കകത്തുള്ള ഒരു ചേരിതിരിവിൻ്റെ ഫലമായിട്ടാണ്. ഏതായാലും വളരെ ആഘോഷിക്കപ്പെട്ടതാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന നിലയിൽ ആര്യയുടെ സ്ഥാനലബ്ധി. കലാകൗമുദിയൊക്കെ കവർ സ്റ്റോറി ഭയങ്കരമായിട്ട് ആഘോഷിച്ചു. പക്ഷേ അതിനുശേഷം വിവാദങ്ങൾ തിരുവനന്തപുരം നഗരസഭയെ വിടാതെ പിന്നാലെ പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് BJPയും CPM തമ്മിൽ ചെറിയ സീറ്റുകളുടെ വ്യത്യാസമുള്ളൂ. അതെ അതെ. വേണ്ടി വന്നാൽ BJPക്ക് ഭരണത്തിലെത്താൻ കഴിയുന്ന ഒരു കോർപ്പറേഷനാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. അപ്പോൾ അവിടെയാണ് ഇങ്ങനെ വിവാദങ്ങളുടെ പിന്നാലെ പോകുന്ന ഒരു നഗരസഭ തുടരുന്നത്. പാർട്ടി കുറച്ചുകൂടെ ജാഗ്രതയിൽ കാണേണ്ടതല്ലേ? പിന്നെ നഗരസഭയിലെ നിയമനങ്ങൾക്ക് ഉള്ള ലിസ്റ്റ് പാർട്ടി സെക്രട്ടറിക്ക് അയച്ച മേയറാണ് ആര്യ രാജേന്ദ്രൻ. അതൊക്കെ അറിവില്ലായ്മ കൊണ്ടായിരിക്കാം. അല്ല, അവരുടെ പക്വതയില്ലായ്മ ഒക്കെയാണ്. കുറച്ച് ഒഴിവുകൾ വരുന്നുണ്ട്. സഖാവേ എത്ര പേരെ നിയമിക്കണമെന്നൊരു കത്ത് കൊടുത്തു. അതെ അതെ, അതിനുള്ള ലിസ്റ്റ് അയക്കാം. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഒരു പ്രൊസീജിയറിനെ കുറിച്ച് ഉള്ള ഇപ്പോൾ ബാലസംഘത്തിലൊക്കെ പ്രവർത്തിച്ച് SFI ഒക്കെ ആയിരുന്ന ആളല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണല്ലോ. അപ്പോൾ പ്രശ്നമുണ്ട്. തൊട്ടടുത്ത ലോക്കൽ കമ്മിറ്റി സഖാവിന് ഒരു കത്തയക്കുന്ന പോലെ ഒരു കത്തയച്ചു. അതൊക്കെ നിഷ്കളങ്കത എന്ന് കണ്ടാൽ പോരെ? നിഷ്കളങ്കതയല്ല, പാർട്ടിയിൽ നിയമനങ്ങളൊക്കെ ഇങ്ങനെയാണ് പോകുന്നത്. പാർട്ടിക്കാർക്ക് മാത്രമേ ഉള്ളൂ. ഇത് ഉദ്യോഗാർത്ഥികൾ പരക്കം പായുന്ന ഒരു നാടാണ്. അപ്പം നിയമനങ്ങളൊക്കെ ഇങ്ങനെ പാർട്ടി സെക്രട്ടറി വഴിയാണ് അങ്ങനെയല്ലേ പോകുന്നത്? പോകുന്ന അങ്ങനെയാണ്. അത് പാടില്ല. കോർപ്പറേഷൻ അവിടുത്തെ വിദ്യാഭ്യാസവും വിവരവും പിന്നെ പ്രവർത്തന പരിചയവും ഉള്ളവർക്ക് കൊടുക്കേണ്ട ജോലികളല്ലേ ഇത് പാർട്ടി ബന്ധുക്കൾക്ക് മാത്രം പോയാൽ പോരല്ലോ. ഏതായാലും നമ്മുടെ ബസ് വിവാദത്തിൽ പോലീസിനെങ്കിലും സംശയിക്കപ്പെടുന്ന ഒരു പ്രതിയെ കിട്ടിയിട്ടുണ്ട്. അതെ അതെ. സുബിൻ പ്രതിയായിട്ടില്ല ഇതുവരെ, പക്ഷേ പോലീസിന് സംശയമുണ്ട്. കുറ്റം നിഷേധിച്ചു. അതെ, ഒരു കുറ്റമുണ്ട്. അതിനാണ് അയാളെ ചോദ്യം ചെയ്തു. അയാളെ സംശയാസ്പദമായ സാഹചര്യത്തിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോയി ചോദ്യം ചെയ്ത് വിട്ടയച്ചു. അല്ല, പോലീസ് ഇപ്പോൾ വിട്ടയച്ചതിന് അയാളെ ബുക്ക് ചെയ്യാനുള്ള മതിയായ തെളിവ് ഇല്ലാത്തതുകൊണ്ടാണ്. പക്ഷേ അയാളെ ആദ്യം തന്നെ ചോദ്യം ചെയ്യേണ്ടതായിരുന്നു. കാരണം അയാൾ അതിലെ കണ്ടക്ടറാണ്. ഈ സംഭവത്തിന് ഒന്നാമത്തെ സാക്ഷിയാകേണ്ട, ഇല്ലെങ്കിൽ എങ്ങനെയാണ് സാർ? കാരണം പോലീസ് കേസെടുത്തില്ലായിരുന്നു. കോടതി ഉത്തരവിട്ടതിനെ തുടർന്നാണ് കേസെടുത്തത്. ആദ്യത്തെ 4 ദിവസം കേസ്. കാരണം 2 പെറ്റീഷനുകളും 2 ഹർജിയിൽ യദുവിൻ്റെ കേസിലും പിന്നെ ഒരു അഭിഭാഷകൻ കൊടുത്ത കേസിലും കേസെടുക്കാൻ കോടതി ഉത്തരവുണ്ട്. അപ്പോൾ 2 ഉത്തരവുകൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് പോലീസിന് ചിലത് ചെയ്യാതരമില്ല. അതെ അതെ അതെ. അതുകൊണ്ട് അപ്പോൾ ഏതായാലും ഇതിപ്പോൾ ഒരു നിർഭാഗ്യകരമായ ഒരു വിവാദമായിരുന്നു. അല്ല, ഈ കേസ് നിർഭാഗ്യകരമായ വിവാദമാണെങ്കിലും ഇനി ഇത് ഒരു കോടതിയുടെ നിരീക്ഷണത്തിലെ ഈ കേസ് സത്യസന്ധമായി പോകും. അല്ല, വലിയൊരു തമാശ. നമ്മൾ ഈ പൂക്കോട് ക്യാമ്പസിൽ കൊല്ലപ്പെട്ട സിദ്ധാർത്ഥൻ്റെ കേസുണ്ടല്ലോ, അതിൽ ഈ കുട്ടിയെ അതിഭീകരമായി മർദ്ദിച്ചു കൊന്നിട്ട് 10-200ഓളം വരുന്ന ഹോസ്റ്റലിലെ അന്തേവാസികൾ ഒരാൾ പോലും സാക്ഷി പറയാൻ വന്നില്ല. ഈ ബസ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിൽ എത്തുന്നതിന് മുമ്പ് ഇറങ്ങിപ്പോയ ഒരു യാത്രക്കാരൻ പോലും ഇന്നുവരെ വന്നിട്ടില്ല. ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പോലും ഇട്ടിട്ടില്ല. അല്ല, അതിലൊരു സന്യാസി വേഷധാരി ഈ അടുത്ത കാലത്ത്, ഞാൻ അതിലെ ഒരു യാത്രക്കാരനായിരുന്നു. അത് ഞാൻ കണ്ടില്ല. അയാൾ വന്ന് തുറന്നു പറയുന്നുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഈ മനുഷ്യൻ അന്നെവിടെ പോയി എന്നാണ് അത് കേട്ടപ്പോൾ തോന്നിയത്. അതെ അതെ. അപ്പോൾ അദ്ദേഹം കുറേ തമാശയൊക്കെ. അല്ല, ആളുകൾക്കൊന്നും ഇതിൻ്റെ ഒന്നും പിന്നെ നടക്കാൻ നേരമില്ല. അത് തന്നെയാണ്. അവിടെ വന്നപ്പോൾ 2-3 കിലോമീറ്ററോളം ഈ പൊല്ലാപ്പിൻ്റെ ഒരു ഓട്ടോ പിടിച്ച് പോയേക്കാം. അങ്ങനെ കരുതുന്നവരാണ് ജനം. അങ്ങനെയാണല്ലോ. നമ്മുടെ നാട്ടിലെ പല കേസുകളുടെയും സ്ഥിതി അങ്ങനെയാണ്. ജനത്തിന് താല്പര്യമില്ല, അവരായി എന്തെങ്കിലുമൊക്കെ ആവട്ടെ. പിന്നീട് നമ്മൾ ഈ പറഞ്ഞ ആളുകൾ തന്നെ പത്രത്തിൽ വായിച്ച് രസിക്കുകയും ചെയ്യും.
അതെ അതെ, ഞാനായിട്ട് അല്ല, എന്നിട്ട് പിന്നെ ഈ നാട്ടിലെല്ലാം കുഴപ്പമാണ്, അഴിമതിയാണെന്ന് പറയുകയും ചെയ്യും. അതെ അതെ, അത് നമ്മുടെ നാട്ടിലെ പൊതു സ്വഭാവം അങ്ങനെ ആയിപ്പോയി. ഏതായാലും ബസ് കേസിൽ അന്വേഷണം നടക്കുന്നുണ്ട്, ഒരു പ്രതിയെ പോലീസ് സംശയിക്കുന്നുമുണ്ട്. പക്ഷേ ഈ അന്വേഷണം കൃത്യമായി നേരായ മാർഗത്തിൽ പോകണമെങ്കിൽ ഇത് കോടതിയുടെ നിരീക്ഷണത്തിലുള്ള അന്വേഷണമായിരിക്കണം. ഇല്ലെങ്കിൽ ഇത് സത്യസന്ധമായിട്ട് പോകും. അങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഒരു ചായക്കോപ്പയിലെ കൊടുങ്കാറ്റാണ്. മറ്റൊരു വിഷയം വരുമ്പോൾ ഇതെല്ലാവരും മറക്കും. അത് നിയമസഭ തല്ലിപ്പൊളിച്ച കേസ് എന്തായി? അതെ അതെ അതെ, അത് നമുക്കറിയാമല്ലോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. എത്രയോ വലിയ കേസുകൾ വന്ന പോലെ പോയി. അതുപോലെ ഒരു പരിശ്രമം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.